ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, SS മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. ദിവസേന 10 ചോദ്യങ്ങളെങ്കിലും പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യും. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ബോർഡിന്റെ പുതിയ ഡയറക്ടർ? ചോദ്യം ശ്രദ്ധിക്കുക. ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ബോർഡിന്റെ പുതിയ ഡയറക്ടർ എന്നുള്ളതാണ് ചോദ്യം. തരുൺ ബജാജ് ആണ് പുതിയ ഡയറക്ടർ. ചോദ്യം ഇതാണ്: ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ബോർഡിന്റെ പുതിയ ഡയറക്ടർ? തരുൺ ബജാജ്. ഇനി റിസർവ് ബാങ്കിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ റിസർവ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് പഠിക്കുക. മുംബൈയിലാണ് റിസർവ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത ദാസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശക്തികാന്ത ദാസ്, റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: വിജയന്ത് ഓഫ് കാർഗിൽ, ദ ലൈഫ് ഓഫ് എ കാർഗിൽ ഹീറോ. ചോദ്യം ഇതാണ്: വിജയന്ത് ഓഫ് കാർഗിൽ, ദി ലൈഫ് ഓഫ് എ കാർഗിൽ ഹീറോ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ഈ പുസ്തകം രചിച്ചിരിക്കുന്ന രണ്ടുപേർ ചേർന്നാണ്. VN താപ്പർ ആൻഡ് നേഹ ദ്വിവേദി. VN താപ്പറും നേഹ ദ്വിവേദിയും ചേർന്നാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. പുസ്തകത്തിന്റെ പേര് വിജയൻ ഓഫ് കാർഗിൽ, ദ ലൈഫ് ഓഫ് എ കാർഗിൽ ഹീറോ എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് VN താപ്പർ ആൻഡ് നേഹ ദ്വിവേദി. രണ്ടുപേർ ചേർന്നാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: വിജയൻ ഓഫ് കാർഗിൽ, ദ ലൈഫ് ഓഫ് എ കാർഗിൽ ഹീറോ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? VN താപ്പർ ആൻഡ് നേഹ ദ്വിവേദി. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: 2020 മേയിൽ പ്രധാനപ്പെട്ട തൊഴിൽ നിയമങ്ങൾ 3 വർഷത്തേക്ക് പിൻവലിച്ച സംസ്ഥാനം ഏതെന്ന്? 2020 മെയ് മാസം തൊഴിൽ നിയമങ്ങൾ 3 വർഷത്തേക്ക് ഒരു സംസ്ഥാനത്ത് പിൻവലിച്ചിട്ടുണ്ട്. ആ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. ഉത്തർപ്രദേശാണ് ആ സംസ്ഥാനം. അപ്പോൾ ആ സംസ്ഥാനം ഉത്തർപ്രദേശാണ്, UP ആണ് തൊഴിൽ നിയമങ്ങൾ 3 വർഷത്തേക്ക് പിൻവലിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിനെ പറ്റി പറയുമ്പോൾ അതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ലക്നൗ ആണ്. ആനന്ദിബെൻ പട്ടേലാണ് അവരുടെ ഗവർണർ എന്ന് പറയുന്നത്. ആനന്ദിബെൻ പട്ടേലാണ് അവരുടെ ഗവർണർ. അതുപോലെ യോഗി ആദിത്യനാഥാണ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി. അപ്പോൾ ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് ക്യാപിറ്റൽ, അവരുടെ മുഖ്യമന്ത്രി, അവരുടെ ഗവർണർ. എന്റെ ചോദ്യം ഇതായിരുന്നു: 2020 മേയിൽ പ്രധാനപ്പെട്ട തൊഴിൽ നിയമങ്ങൾ 3 വർഷത്തേക്ക് പിൻവലിച്ച സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ഉത്തർ. ക്യാപിറ്റൽ ലക്നൗ ആണ്. ആനന്ദിബെൻ പട്ടേലാണ് അവരുടെ ഗവർണർ. യോഗി ആദിത്യനാഥാണ് CM, ചീഫ് മിനിസ്റ്റർ. നാലാമത്തെ ചോദ്യം ഇതാണ്: COVID-19 പറ്റി വിവരം നൽകുന്നതിനായി CHD കോവിഡ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച കേന്ദ്രഭരണ പ്രദേശം ഏത്? ചോദ്യം ഇതാണ്: COVID-19 പറ്റി വിവരം നൽകുന്നതിനായി CHD കോവിഡ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച കേന്ദ്രഭരണ പ്രദേശം ഏത്? ചണ്ഡീഗഡ് ആണ് ഈ CHD കോവിഡ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ രൂപീകരിച്ചിരിക്കുന്നത്. ചണ്ഡീഗഡ് ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് VP സിംഗ് ബഡ്നൂർ ആണ്. അപ്പോൾ ചണ്ഡീഗഡ് എന്ന് പറയുന്നത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് VP സിംഗ് ബഡ്നൂർ ആണ്. അപ്പോൾ നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: COVID-19 പറ്റി വിവരം നൽകുന്നതിനായിട്ട് CHD കോവിഡ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നിലവിൽ വന്നിട്ടുള്ള രൂപീകരിച്ച കേന്ദ്രഭരണ പ്രദേശം ഏത്? ചണ്ഡീഗഡ് ആണ് ആൻസർ. ഇനി അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ലോക ദേശാടന പക്ഷി ദിനം എന്നാണ്? വേൾഡ് മൈഗ്രേറ്ററി ബേർഡ്സ് ഡേ എന്ന് പറയുന്നത് എന്നാണ്? ചോദ്യം ശ്രദ്ധിക്കുക. ലോക ദേശാടന പക്ഷി ദിനം എന്നാണ്. മെയ് 9 വേൾഡ് മൈഗ്രേറ്ററി ബേർഡ്സ് ഡേ ആചരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഓർഗനൈസർ എന്ന് പറയുന്നത് UNEP ആണ്. UNEP എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻ എൻവയറൺമെന്റ് പ്രോഗ്രാം ആണ് ഈ വേൾഡ് മൈഗ്രേറ്ററി ബേർഡ്സ് ഡേ ആചരിക്കുന്നത്, മെയ് 9 ആചരിക്കുന്നത്. ഇപ്പോഴത്തെ തീം, ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ബേർഡ്സ് കണക്ട് അവർ വേൾഡ്. ബേർഡ്സ് കണക്ട് അവർ വേൾഡ് എന്നുള്ളതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. ഇത് ആചരിക്കുന്നത് തന്നെ ദേശാടന പക്ഷികളെ സംരക്ഷിക്കുകയും അവരുടെ ആവാസ വ്യവസ്ഥയുടെ അവയർനെസ് മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അവർ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ദേശാടന പക്ഷികളെ അവരുടെ സംരക്ഷണവും അതുപോലെ തന്നെ ഈ വ്യവസ്ഥ, എക്കോസിസ്റ്റം മറ്റുള്ളവരിലേക്ക് അവയർനെസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഡേ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓർഗനൈസർ എന്ന് പറയുന്നത് UNEP ആണ്. അപ്പൊ അഞ്ചാമത്തെ ചോദ്യം എന്തായിരുന്നു? ലോക ദേശാടന പക്ഷി ദിനം എന്നാണ് ആചരിക്കുന്നത് മെയ് 9. അതിന്റെ തീം എന്ന് പറയുന്നത് ബേർഡ്സ് കണക്ട് അവർ വേൾഡ്. ഇതാണ് ഇതിന്റെ തീം. ആറാമത്തെ ചോദ്യം ഇതാണ്: പ്രവാസി രാഹത് മിത്ര എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ
നിലവിൽ വന്നിരിക്കുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനത്തിലാണ് പ്രവാസി രാഹത് മിത്ര എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നിലവിൽ വന്നിരിക്കുന്നത്? ഉത്തർപ്രദേശിലാണ് പ്രവാസി രാഹത് മിത്ര എന്നുള്ള ആപ്ലിക്കേഷൻ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടിയാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ ആപ്ലിക്കേഷൻ അവരുടെ സംസ്ഥാനം ഉത്തർപ്രദേശ് നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ 6ാമത്തെ ചോദ്യം ഇതായിരുന്നു, പ്രവാസി രാഹത് മിത്ര എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നിലവിൽ വന്നിരിക്കുന്ന സംസ്ഥാനം ഏത് എന്നുള്ളതാണ്. ഉത്തർപ്രദേശാണ് ആൻസർ. കുടിയേറ്റ തൊഴിലാളികൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ, അവരുടെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ ആപ്ലിക്കേഷൻ നിലവിൽ വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിനെ പറ്റി പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ലക്നൌ ആണ്. അവരുടെ ഗവർണർ എന്ന് പറയുന്നത് ആനന്ദിബെൻ പട്ടേലാണ്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ്. നമ്മൾ നേരത്തെ ചോദ്യത്തിൽ നമ്മൾ പഠിച്ചായിരുന്നു, ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൌ ആണ്, ഗവർണർ ആനന്ദിബെൻ പട്ടേലാണ്, ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ്. ഇനി അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം ഇതാണ്, എജുടെക് ഫേമിന്റെ എൽസ കോർപ്പറേഷന്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിതനായിട്ടുള്ള ആരാണ്? ചോദ്യം ഇതാണ്, എജുടെക് ഫേമിന്റെ എൽസ കോർപ്പറേഷന്റെ ഇന്ത്യയിലെ പുതിയ ബ്രാൻഡ് അംബാസഡർ ആരാണ്? അജിങ്ക്യ രഹാനെയാണ്. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് താരം അജിങ്ക്യ രഹാനെയാണ് എൽസ കോർപ്പറേഷന്റെ ഇന്ത്യയിലെ പുതിയ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത്. ഇനി എൽസ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു എഡ്യൂക്കേഷൻ ടെക്നോളജി ഗ്രൂപ്പാണ്, കമ്പനിയാണ്, എഡ്യൂക്കേഷൻ ടെക്നോളജി കമ്പനിയാണ്. അതിന്റെ ഫുൾ നെയിം ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പീച്ച് അസിസ്റ്റന്റ് കോർപ്പറേഷൻ ആണ് എൽസ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പീച്ച് അസിസ്റ്റന്റ് കോർപ്പറേഷൻ ആണ് ഈ എൽസ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കാലിഫോർണിയ, യുഎസിലെ കാലിഫോർണിയയാണ്. അവരുടെ സിഇഒ എന്ന് പറയുന്നത് വുവാൻ ആണ് അവരുടെ സിഇഒ എന്ന് പറയുന്നത്. അപ്പോൾ 8ാമത്തെ ചോദ്യം ഇതായിരുന്നു, എജുടെക് ഫേമിന്റെ എൽസ കോർപ്പറേഷന്റെ ഇന്ത്യയിലെ പുതിയ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റ് താരം ആര് എന്നുള്ളതാണ് ചോദ്യം. അജിങ്ക്യ രഹാനെയാണ് ഉത്തരം. അപ്പോൾ അജിങ്ക്യ രഹാനെ നമുക്കറിയാം, ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആണ്, 31 വയസ്സുള്ള അജിങ്ക്യ രഹാന. ഇനി എൽസ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പീച്ച് അസിസ്റ്റന്റ് കോർപ്പറേഷൻ ആണ്. എൽസ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പീച്ച് അസിസ്റ്റന്റ് കോർപ്പറേഷൻ ആണ് എൽസ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കാലിഫോർണിയ, യുഎസിലെ കാലിഫോർണിയയാണ്. വുവാൻ ആണ് അവരുടെ സിഇഒ എന്ന് പറയുന്നത്. അപ്പോൾ 8ാമത്തെ ചോദ്യം ഇവിടെ കഴിഞ്ഞു. ഇനി 9ാമത്തെ ചോദ്യം ഇതാണ്, COVID-19 പ്രതിരോധത്തിനായി ഇന്ത്യക്ക് $500 മില്യൺ വായ്പ അനുവദിച്ച അന്താരാഷ്ട്ര സ്ഥാപനം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 9ാമത്തെ ചോദ്യം ഇതാണ്, COVID-19 പ്രതിരോധത്തിനായി ഇന്ത്യക്ക് $500 മില്യൺ വായ്പ അനുവദിച്ച ഏത് അന്താരാഷ്ട്ര സ്ഥാപനം എന്നുള്ളതാണ്. AIIB ആണ്. AIIB എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആണ് AIIB എന്ന് പറയുന്നത്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ചൈനയിലെ ബീജിംഗിലാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഏകദേശം 78 രാജ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. 78 രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ് AIIB എന്ന് പറയുന്നത്. ഏഷ്യയിലെയും അതുപോലെ ഓഷ്യാനയിലെയും രാജ്യങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ AIIB എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇന്ത്യക്ക് $500 മില്യൺ അനുവദിച്ച അന്താരാഷ്ട്ര സ്ഥാപനം ഏതായിരുന്നു എന്നാണ് ചോദ്യം. AIIB ആണ് ആൻസർ. എന്താണ് AIIB എന്ന് പറഞ്ഞാൽ? ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിനെയാണ് AIIB എന്ന് പറയുന്നത്. 10ാമത്തെ ചോദ്യം ഇതാണ്, ഉച്ചഭക്ഷണ റേഷൻ നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? മിഡ് ഡേ മീൽ സ്കീം ഇതാണ്. മിഡ് ഡേ മീൽ സ്കീം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് 10ാമത്തെ ചോദ്യം. ഉത്തരം മധ്യപ്രദേശാണ്. അപ്പോൾ മധ്യപ്രദേശിലാണ് ആദ്യമായിട്ട് ഉച്ചഭക്ഷണ റേഷൻ തയ്യാറാക്കിയിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മധ്യപ്രദേശിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഏതാണെന്ന് ഓർക്കുക, ഭോപ്പാൽ. അവരുടെ CM എന്ന് പറയുന്നത് ശിവരാജ് സിംഗ് ചൗഹാനാണ്. ലാൽജി ടണ്ടനാണ് അവരുടെ ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ മധ്യപ്രദേശിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഭോപ്പാലാണ്. CM എന്ന് പറയുന്നത് ശിവരാജ് സിംഗ് ചൗഹാനാണ്. ലാൽജി ടണ്ടനാണ് ഗവർണർ എന്ന് പറയുന്നത്. എന്റെ 10ാമത്തെ ചോദ്യം ഇതായിരുന്നു, ഉച്ചഭക്ഷണ റേഷൻ
നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. മധ്യപ്രദേശാണ് ആൻസർ. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. അപ്പോൾ നിങ്ങളുടെ അഭ്യർത്ഥന അനുസരിച്ച് കഴിഞ്ഞ ക്ലാസ്സിലെ ഇന്നലത്തെ ക്ലാസ്സിൽ നിന്നുള്ള ചോദ്യമാണ് ഇന്ന് നിങ്ങളോട് ചോദിക്കുവാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെട്ടത്. അതിന് പ്രകാരം ഇന്നത്തെ ചോദ്യം ഇതാണ്: മൃഗസംരക്ഷണ ക്ഷീര വകുപ്പിന്റെ പുതിയ സെക്രട്ടറി ആര്? ചോദ്യം ഇതാണ്: മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പിന്റെ പുതിയ സെക്രട്ടറി ആര് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അതിനുവേണ്ടി നിങ്ങൾ ഇന്നലത്തെ വീഡിയോ ആദ്യം മുതൽ മുഴുവനും നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിലാണ് ഇതിന്റെ ചോദ്യം നിങ്ങളോട് ഞാൻ ചോദ്യത്തിന് ഉത്തരവും ചോദ്യവും പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കാണുക. അതിനുശേഷം ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റുകളായിട്ട് നിങ്ങളുടെ ഈ ഉത്തരം പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. താങ്ക് യു.